2025 26 വേണ്ടിയില്ല, ഇതുപോലെ ഒരു ഫാമിലിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് ഇവരൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് പറയുകയും പിന്നീട് ഇവരുടെയൊക്കെ ആ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുമ്പോഴുള്ള ഒരു ഞെട്ടൽ, അത് വേറെ ഒന്നുമല്ല, സിന്ധു കൃഷ്ണയെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബഹുമാന്യപ്പെട്ട കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ്, അതുപോലെ തന്നെ 4 മക്കളുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ അമ്മ വളരെയധികം വിഷമത്തിലാണ്. വേറെ ഒന്നുമല്ല, ഇവരൊക്കെ അവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഫോട്ടോയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കലില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ വന്നിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരേതോ ഒരു രാജ്യത്ത് ഒരു ജോലിയിലായിരുന്നു, ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ അമ്മമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ജോലി രാജിവെച്ച് വന്നിരിക്കുകയാണ്. ഈ 4 കുട്ടികളോ അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളുണ്ടോ, സ്വത്ത് പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല മോളെ, നിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ്? നീ വന്ന് നോക്കണമെങ്കിൽ, അമ്മമ്മയെ നീ വന്ന് നോക്കണമെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ്? അതും ഒരു ചോദ്യം തന്നെയാണ്. ഇനി ഈ മക്കൾക്കൊന്നും വേണ്ടേ? അതായത് ആകെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുമോൾക്ക് മാത്രമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും പിന്നെ അവർക്ക് വേണമെങ്കിൽ നോക്കാനുള്ള നല്ല കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് അവർ തിരുവനന്തപുരത്ത് തന്നെയാണ്, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളാണെങ്കിൽ എല്ലാവരും യൂട്യൂബിൽ മത്സരിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ പെണ്ണാണെങ്കിൽ ആ പെണ്ണും ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കൃഷ്ണകുമാറിനാണെങ്കിൽ ഇപ്പോഴും നല്ലൊരു ജോലി, അതായത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നല്ലൊരു ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നതാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സിന്ധു കൃഷ്ണ എന്തുകൊണ്ടാണ് സ്വന്തം മാതാവിനെ നോക്കാത്തത്? അതല്ല, ഇനി ഈ പെൺകുട്ടി വന്ന് പറഞ്ഞത്, ആ അമ്മയുടെ മകളുടെ മകള് എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സഹോദരി, ആ ഒരു യുവതി വന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം. അല്ലാതെടുത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരികൾ തന്നെയാണ്. ആ അമ്മയുടെ വിഷമങ്ങളും കുറച്ച് ഞാൻ കേട്ടു, ആ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. അതൊന്നും ഒരാളും പറഞ്ഞു പഠിപ്പിച്ചതൊന്നും അല്ലടോ, ഒരു മനുഷ്യന്മാരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. ആ ഉള്ളെന്നുള്ള ദണ്ണമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മക്കളും ഇതൊക്കെ ഉണ്ടായിട്ടും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല. എന്നാലൊരു കാര്യം ചെയ്തുകൂടെ? ഈ സിന്ധു കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നോക്കിക്കൂടെ? അതായത് നിങ്ങൾ ഏതായാലും തിരുവനന്തപുരത്ത് തന്നെ ഇല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളോ അല്ല സ്വത്തുക്കളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയും പ്രശ്നങ്ങൾ വരാം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളുടെ മുടിഞ്ഞ ഐക്യമായിരിക്കും, പക്ഷേ സ്വത്ത് ഓഹരി വെക്കുമ്പം കാണാം അവരുടെയൊക്കെ ഐക്യം എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി എത്രത്തോളം നമ്മൾ യൂട്യൂബിലൊന്നും ഫേസ്ബുക്കിലും വന്നും ഇങ്ങനെ തള്ളി മറിച്ച് കഴിഞ്ഞാലും ഭയങ്കര കെട്ടിപ്പടുത്ത് ഉമ്മ വെച്ച് കഴിഞ്ഞാലും ആ സ്വത്ത് വീതം വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, അതാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. അവിടെയാണ് സഹോദര സ്നേഹങ്ങൾ നിങ്ങൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പൈസ ഉണ്ടായാലും വേണ്ടിയില്ല ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ഉണ്ടാവും അടന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സിന്ധു കൃഷ്ണയ്ക്ക് ഇനി എന്തെങ്കിലും തരാത്തത് കൊണ്ടുള്ള വിഷമമാണോ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയുടെ മക്കളോടുള്ള സ്നേഹമില്ലേ? പണ്ട് ഈ പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തോ ഭയങ്കരമായിട്ട് അമ്മയുടെ അമ്മയെ പറ്റിയിട്ടും കുടുംബത്തെ പറ്റിയിട്ടൊക്കെ വാതോരാതെ സംസാരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചപ്പോഴും, ഇപ്പോൾ അടുത്ത കാലത്ത് അച്ഛൻ മരിച്ചപ്പോഴും കുറേ ഫോട്ടോസും കരച്ചിലും വീഴ്ചലൊക്കെ നമ്മൾ കണ്ടതാണ്. പിറ്റേ ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഓൺ ചെയ്തിട്ട് നേരെ പോയിട്ട് സ്റ്റുഡിയോയിൽ നിന്നിനി, അതൊക്കെ വേറെ പറഞ്ഞത്, അത് മക്കളാണേ, സിന്ധു കൃഷ്ണയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ സിന്ധു കൃഷ്ണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മെസ്സേജാണല്ലോ സമൂഹത്തിന് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. കാരണം ഇത്രയും മാസ്തിയും കാര്യങ്ങളൊക്കെയുള്ള നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴേ എത്ര ആൾക്കാരുണ്ട് അറിയാം, സ്വന്തം അമ്മയെ നല്ല പൊന്നുപോലെ നോക്കുന്നത്. അവർക്ക് കഴിയില്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഒരുപാട് പേര് ദാരിദ്ര്യത്തിലാണെങ്കിൽ ശരി, തൻ്റെ അമ്മയെയും അച്ഛനെയും മര്യാദയ്ക്ക് നോക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോഴാണ് സെലിബ്രിറ്റികളായ നിങ്ങളൊക്കെ കാണിച്ച് സമൂഹത്തിന് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? നാളെ ഈ പെൺകുട്ടികൾ ഇതേ സ്വഭാവമാണ് നിങ്ങളോടും കാണിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് കൊടുത്തത് അത് മാത്രമേ സമൂഹത്തിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഞെട്ടലാണ് ശരിക്ക്. ഇത്രമാത്രം സമ്പത്തിൻ്റെ മുകളിലിരിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഒരു 2 ആൾക്കാരെ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, ഒരു 2 പേരെ വെച്ചിട്ട് അമ്മയെ നോക്കണം, എൻ്റെ സാന്നിധ്യത്തിൽ വേണം. ഇപ്പോൾ ലാലേട്ടനെല്ലാം കണ്ടില്ലേ,
ലാലേട്ടൻ്റെ പിന്നെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ജോലിക്കാരുണ്ട്. അവരാണ് നോക്കിയത്. ലാലേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അവർ നോക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു സൗധം അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു വീട്, ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. ഏതായാലും അത്രയൊക്കെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ സിന്ധു കൃഷ്ണയും അവർക്കൊക്കെ ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു സഹോദരിയുടെ മകൾ ഇങ്ങനെ വന്ന് പറഞ്ഞത്? അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിയാണെങ്കിൽ വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് അതിന് ഏതോ ഒരു വലിയ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ തലയിൽ വെച്ചിട്ട് എല്ലാവരും പോയതാണോ? അതായത് നിനക്കാണ് നോക്കേണ്ടതെന്ന് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അമ്മയായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. അവരോടൊരു പ്രത്യേക സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നും. അങ്ങനെയുള്ള ഒരുപാട് കൊച്ചുമക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരതിലൊന്നും പരാതി പറയുന്നില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിന്ധു കൃഷ്ണയും മക്കളും ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോയിൽ ഓരോരോ ഫേക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാം പ്രഹസനം തന്നെയാണ് ഇവിടെ, എല്ലാം അഭിനയം തന്നെയാണോ? ഇങ്ങനെയുള്ള അഭിനയമാണോ കാഴ്ചവെക്കുന്നത്? ഒരു നന്മയോട് കൂടിയിട്ട് ഞാൻ 4 പെൺകുട്ടികളുടെ അമ്മയാണ് എന്നുള്ള ആ ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഞാനൊക്കെ സിന്ധു കൃഷ്ണയെ കണ്ടത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മക്കൾ ആരും അനുസരിക്കുന്നില്ലെങ്കിലും ആ അമ്മ എന്ന നിലയിൽ അവർ ഒരു ഉഷാറാന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലും അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾ പോലും എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് കേൾക്കാത്തത്. അതായത് ഇവരുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി പോകുന്നവരാണ്. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധകൾ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടോ അതൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സിന്ധു കൃഷ്ണ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി തരണം, എന്നാൽ മാത്രമേ നമുക്കെല്ലാവർക്കും വിശ്വാസമാകുകയുള്ളൂ. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയെ തിരിഞ്ഞു നോക്കാത്തത്? അമ്മ അതിനും മാത്രം നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അല്ല നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടോ മറ്റുള്ള തരത്തിലോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ 2-3 ആളെ ജോലിക്ക് വെക്കേണ്ട ഒരു കഴിവ് പോലും ഇല്ല ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾ നിങ്ങളോടും ഇതേപോലെ പെരുമാറും. അതാണ് പറയുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നല്ല, കൊടുത്താൽ ഇതാ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇതേ അവസ്ഥ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും ഉണ്ടാക്കി തരും. അതുകൊണ്ട് മക്കളുടെ അടുത്ത് എല്ലാവരോടും പറയുക, പോയി കാണുക. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം ഇനിയും ഉണ്ടാകും? അതാണ് മനസ്സിലാക്കേണ്ടത്. അവരൊന്നും എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുന്നതാണ്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ദേഷ്യവും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ കാര്യമാണ്. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് പറഞ്ഞു, അവരിലേക്ക് എത്തട്ടായിരുന്നു. നന്ദി, നമസ്കാരം.